ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഒരു നെഗറ്റീവാണ് കാണിക്കുന്നത്. ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് 49,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമുക്ക് എൻട്രി കിട്ടിയത് 1003 അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 to 8 പോയിൻറ്റ്സ് ഡൗൺ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം. ഇപ്പം നമുക്ക് എഗനിസ്റ്റ് മാർക്കറ്റ് വന്നാൽ പണിയാവും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, ഗ്രീൻ കാണിച്ച ഉടനെ തന്നെ 1000 റുപ്പീസ് ലോസും കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പം ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലൈനും കൂടെ ഒന്ന് ഡ്രോ ചെയ്ത് വെക്കാം ട്രേഡേഴ്സ്. 940 ലൈൻ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. നമ്മളുടെ ഒരു സ്ട്രാറ്റജി അതാണ്. 940 ക്യാൻഡിലിൽ ഒരു ഫിബോയെ ഡ്രോ ചെയ്യുന്നു. ഫിബോയുടെ 9.6 ലെവലിൽ നമ്മളുടെ ലൈനിനെ ഡ്രോ ചെയ്ത് വെക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഫിബോ. നമ്മുടെ കൂടെ ഒരുപാട് പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫിബോയെ നമ്മൾ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. നമ്മളുടെ ലൈനിനെ 0.6 ലെവലിൽ നമ്മളുടെ ലൈനിനെ ഡ്രോ ചെയ്തു. അപ്പം ഞാൻ ആ ലൈനിൻ്റെ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രീനിലായി. നമ്മുടെ ലൈനിൻ്റെ റീടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഇനി ഒരു 1300 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം എന്നാണ് ഞാൻ വിചാരിച്ചതും എനിക്ക് തോന്നിയതും. സോ ആ ഒരു ലൈനിൻ്റെ ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈനിൽ റീടെസ്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ വെയിറ്റ് ചെയ്തില്ല. പിന്നെ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ നോക്കിയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 78 പോയിൻറ്റ്സ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അപ്പോൾ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മാർക്കറ്റ് നമ്മുടെ ലൈനിനെയും കൂടെ ബ്രേക്ക് ചെയ്ത് ഇത്രയും ഡിസ്റ്റൻസ് താഴത്തോട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനല്ല, മാർക്കറ്റിൻ്റെ ട്രെൻഡേ ചേഞ്ച് ആയിരിക്കും എന്നാണ്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ലൈനെ റീടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട്, അല്ലെങ്കിൽ ലൈനെ റീടെസ്റ്റ് ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് പിന്നെയും മാർക്കറ്റ് മേലിലോട്ടെങ്ങാനും പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്നും കൂടെ സെയിം പോർഷനിൽ തന്നെ നമുക്ക് നമ്മുടെ എൻട്രി എടുക്കാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിലോട്ട് വരുന്നുണ്ട്. നമ്മൾ എടുത്ത ആ പോർഷൻ തൊട്ട് ആ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. താഴെ നിന്ന് അത്യാവശ്യം റിജക്ഷൻ വന്നപ്പോഴാണ് ഞാൻ ആ ഒരു ക്യാൻഡിലിൽ ട്രേഡ് എടുത്തത്. അപ്പോൾ അവിടുന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്കിന്ന്. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് എൻ്റെ ഒരു തോട്ടിലുള്ളത്. സോ മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ലൈനിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഞാൻ ഒരു ബുള്ളിഷ് മൊമെൻറ്റം പ്രതീക്ഷിച്ചാണ് നമ്മുടെ ലൈനിൻ്റെ റീടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് റെഡിയാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുന്നു. ഇനി വീണ്ടും തിരിച്ച് നമ്മുടെ ലൈനിനെ താഴെ നിന്ന് മേലിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ട്രേഡും കൂടെ എൻ്റർ ചെയ്യും. പിന്നെ അതിലും റോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തിയേക്കാം. കാരണം പിന്നെ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റിവേഴ്സൽ ട്രേഡ് നോക്കണ്ട. ഓക്കെ ട്രേഡേഴ്സ്, നമ്മളുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ നോക്കണം. ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു റിജക്ഷനാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. നമ്മളുടെ ടാർഗറ്റ് അച്ചീവബിൾ ആയിരിക്കും. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് ഗ്രീൻ ക്യാൻഡിൽ കണ്ടിന്യൂസ്ലി ഫോം ചെയ്തതാണ്. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഒരു മാർക്കറ്റ് റിട്രേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകാനാണ് ചാൻസ്. സോ ഏതായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ലൈനിനെ മാർക്കറ്റ് അത്യാവശ്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും താഴത്തോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് ട്രേഡേഴ്സ്. ഇനി ഞാൻ വേറെ വല്ല ട്രേഡ് എടുക്കുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇതൊരു റിജക്ഷൻ ആയിരുന്നു കൂടെ. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു 4000 റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.